നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 7 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 5 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 5-6 ചുവന്നുള്ളിയാണ് വേണ്ടത്. ഇതെല്ലാം നമ്മൾ ചതയ്ക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചതയ്ക്കുന്ന കല്ലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ മുട്ട ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ. 4 പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കത്തി വെച്ച് ഇങ്ങനെ നിറയെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വരഞ്ഞെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാതെ സൂക്ഷിച്ചോളൂ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തു, ആ മസാലക്കുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചതിൽ നിന്നും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അല്ല, ആ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മിക്സ് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയിട്ട് വരഞ്ഞു വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് എടുത്ത് ഈ മസാല അതിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ വരഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായി മസാല കയറുന്ന വിധത്തിൽ നല്ലതുപോലെ തന്നെ മസാല നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു മുട്ട നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള മുട്ടയും നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ 4 മുട്ടയിലും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു. ബാക്കിയുള്ള മസാല നമ്മുടെ ആ മുട്ടയുടെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് ഒരു ബേ ലീഫ്, ഒരു തക്കോലം, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, 3 ചെറിയ പീസ് പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇനി വെള്ളം വാർത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ ബസ്മതി റൈസ് കുതിർത്തെടുത്തത് നമ്മൾ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ മസാല നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യിൽ ഈ റൈസ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു 4-5 സെക്കൻഡോളം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് നെയ്യിൽ ചൂടാക്കി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. തിള വന്ന് തുടങ്ങുമ്പോൾ തീ കുറച്ച് ഒരു മൂടി വെച്ച് അടച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റൈസിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഇനി ആ നേരം കൊണ്ട് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നെയ്യിൽ വറുത്തെടുക്കണമെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം. ഞാനിവിടെ ഓയിലിലാണ് വറുത്തെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്നട്ടിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ മുന്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ മുന്തിരി ഒരു ടേസ്റ്റാണ്. നമ്മൾ ഈ ബിരിയാണിയുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മധുരമൊക്കെ കടിക്കാൻ കിട്ടുന്ന രസമാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട അതിന് മുകളിൽ ഇട്ടിട്ടുള്ള കോട്ടിങ് മാറ്റിയിട്ട് ആ മുട്ട മാത്രം ആ എണ്ണയിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് മുരിയിച്ചെടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ മസാല കോട്ടിങ്ങൊക്കെ ഒന്ന് മുരിഞ്ഞു വരും കേട്ടോ. അതുവരെ നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ മുട്ടയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതുകൂടി ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കാം. ആ മസാല ഒന്ന് മുരിയിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ആ മസാല കരിഞ്ഞു പോവാത്ത വിധത്തിൽ നമുക്കതൊന്ന് മുരിയിച്ചെടുക്കാം. അങ്ങനെ ആ മുട്ടയും ആ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് എന്തായി നോക്കാം. വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ?
അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമല്ല, നല്ല പാകത്തിനുള്ള വേവാണായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റൈസ് റെഡിയായി. ഇനി അതോട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. അത് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 സെക്കൻഡ് ഒരു മൂടി വെച്ച് അടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് ഉടഞ്ഞ രീതിയിൽ വെന്ത് വരും. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടികൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഈ സവാളയിലേക്കും അതുപോലെ തക്കാളിയിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മസാല. അങ്ങനെ മസാല ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മൊരിയിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗും അതുപോലെ കുറച്ച് സവാള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സവാള ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വറുത്തിട്ടുള്ള സവാള കൂടി ഇട്ടിട്ട് നന്നായി ആ മസാല ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ മസാലയൊക്കെ നന്നായിട്ട് എഗ്ഗിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഫ്ലേവറിന് വേണ്ടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പോലെ അങ്ങനെ കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന വരെ ഒരു 3-4 മിനിറ്റോളം നമ്മളത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ചെറിയ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ റൈസ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഒരു കയ്യിൽ വെച്ച് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഇങ്ങനെ ഒരു ഗ്യാപ്പാക്കി കൊടുക്കുക കേട്ടോ, നമ്മൾ ആ മസാല ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ആ ഗ്യാപ്പാക്കിയതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ്ഗ് മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് മുഴുവനായിട്ടുള്ള ആ ഒരു കൂടുതലായിട്ടൊന്നും മസാല ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ആ ഒരു പാകത്തിനുള്ള മസാലയേ ഉള്ളൂ. അതുകൊണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ റൈസ് മുഴുവനായിട്ട് ആ മസാലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്നട്ടും മുന്തിരിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ വെള്ളത്തിൽ ചാലിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് ആഡ് ചെയ്യുന്നൊരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യ് 2 ടീസ്പൂൺ ഞാനതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒരു 1/4 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്ത് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇത് അവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മുകൾ ഭാഗത്തുനിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. മുകൾ ഭാഗത്തു നിന്ന് മാത്രമല്ല, നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ആ മസാലയായിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. മസാല ഒത്തിരി കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് പാകമാണ്, നമ്മുടെ റൈസിലേക്കുള്ള കറക്റ്റ് പാകത്തിനുള്ള മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് യോജിപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.